ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ വാൽപ്പാറ ട്രിപ്പിൻ്റെ അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ രാത്രിയിൽ ഞങ്ങളൊന്ന് താമസിച്ച ഒരു ഹോം സ്റ്റേ ആണ്. KTM 7th Heaven ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. നടത്തുന്ന ഒരു ഡേവിഡ് അച്ചായനാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ശരിക്കും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് മലക്കപ്പാറ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നിർത്തേണ്ടി വന്നു. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ആകെ 2 ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ. ഗോപ്രോയുടെ ബാറ്ററി എല്ലാം തീർന്നു, ഗോപ്രോ ഓഫായി പോയി. അതുകൊണ്ട് ഇന്നലത്തെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. സോ അതിൻ്റെ ബാക്കി കഥകളൊക്കെ നമുക്ക് ഇന്ന് പറയാം. അതിനു മുമ്പ് നമുക്കിതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെയൊക്കെ തേയിലത്തോട്ടം കേട്ടോ. നമ്മൾ ഈ താമസിച്ച സ്ഥലത്തിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഒരു വലിയ തേയിലത്തോട്ടമാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ മുഴുവൻ കാടാണ്. ഇതിപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലത്തിൻ്റെ പുറവശത്തേക്കൊന്ന് കയറിയതാ. ഇവിടെ ചെറിയ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. വീടുകളെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ കുടിലുകളാണ്. ഇതിൻ്റെ നിർമ്മിതി ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. മരത്തിൻ്റെ കമ്പുകളൊക്കെ കൊണ്ടൊരു ഫ്രെയിം, ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മൺകട്ടകളും കല്ലും ഒക്കെ നിറച്ച് ആണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതാ ഇവിടെ ഒരു വീട്ടിലൊരാൾ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി പരിചയപ്പെടാം. ഉന്നോട് പേരെന്നാ? മോനിക്ക. നിനക്ക് വയസ്സ് എത്രയാച്ച്? 4 വയസ്സടിച്ചാ? ഇതുവരെയ്ക്കും സ്കൂളിൽ പോകാതില്ലേ? ഞാനே பார்த்துருக்கா? இதுவரைக்கும் பார்க்கல. சாப்பிட்டியா? சாப்பிட்ட? என்ன சாப்பிட்ட? காலையில சாப்பிட்டியா? അവളുടെ കൂടെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നു. അവൾ ഞങ്ങളെ കൊണ്ട് കുറേ പൂവുകളും അതും ഇതൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് തിരിച്ചിനി നമ്മുടെ റൂം കാണാൻ പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി താമസിച്ച റൂം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം. നല്ല നീറ്റ് റൂമാണ്. ഇതിൻ്റെ വാടകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. രാവിലെ നമ്മുടെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് ഇറങ്ങണം. നല്ല ചൂട് ഇഡ്ഡലിയും പിടിച്ചടാ. അതുപോലെ തന്നെ ചട്നി, സാമ്പാർ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ ഇന്നലെ വന്നതിൻ്റെ ബില്ലാണിത്. നല്ല ചീപ്പാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെ താമസമുള്ള വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്. നമ്മളുടെ ഫുഡും അക്കോമഡേഷനും എല്ലാം കൂടെ ഉൾപ്പെടെ നമുക്ക് 1270 റുപ്യ ആയിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വാൽപ്പാറ വരികയാണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം സ്റ്റേ ആണ്. ഇതാണ് നമ്മുടെ ഡേവിഡ് അച്ചായൻ. ഇന്നലെ ഡേവിഡ് അച്ചായനുമായിട്ട് വിളിച്ചു. ഡേവിഡ് അച്ചായൻ പറഞ്ഞു വൈകിട്ട് നേരെ ഒരു റൂമുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാം സെറ്റായിരുന്നു. ഇവിടെ നോർമലി ഇവിടെ ഇപ്പോൾ തണുപ്പുണ്ട് ആക്ച്വലി. ഇനിയിപ്പോൾ ഒരു മാർച്ച് പകുതിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ചൂടാവുമല്ലേ? പിന്നെ മാർച്ച് ഏപ്രിൽ പകുതിയോടുകൂടി മഴ തുടങ്ങുമെന്ന് തോന്നുന്നു. മഴ ഇവിടെ എല്ലാ സീസണിലും വരാൻ പറ്റിയ സ്ഥലം അത്. ഈ ഏപ്രിൽ മാസം മാത്രമേ ഉള്ളൂ കുറച്ച് ചൂടുള്ളൂ. ഇവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങുമോ? ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ 2 മയിലിനെ കണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും 2 മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. നൈറ്റ് സഫാരി അതിന്റെ വെഹിക്കിൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നൈറ്റ് സഫാരി എങ്ങനെയാ? അത് നൈറ്റ് സഫാരി നമ്മുടെ ടാർ ജീപ്പുണ്ട്. ആ ജീപ്പിലാണ് കൊണ്ടുപോകുന്നത് രാത്രി 11 മണിക്ക്. ആണോ? അത് എവിടെ കൊണ്ടുപോകും? കാട്ടിനകത്തോ? ഒരു 2 മണിക്കൂർ ഓടിക്കണം. 10-34 കിലോമീറ്റർ ഓടണം. ആണല്ലേ? എങ്ങോട്ടാണ് പോകുന്നത്? ഇത് നമ്മുടെ കരിമല പോയിട്ട് നമ്മൾ എസ്റ്റേറ്റിന് കാട്ടിനകത്ത് പോകും. ഈ പെർമിഷൻ വാങ്ങിച്ചിട്ട്, പാസ് വാങ്ങിച്ചിട്ട് അങ്ങനെ പോകുന്നത്. അത് മൃഗങ്ങളെ കാണാൻ പറ്റുമോ? മാക്സിമം എല്ലാം കാണാല്ലേ? ലെപ്പേഡ്, ആന, എല്ലാ മൃഗങ്ങളും കാണാം. ആണല്ലേ?
അതെങ്ങനെ ചാർജ് ചെയ്യുന്നത്? നമ്മൾ 3000 ചാർജ് ചെയ്യുന്നത്. എത്ര പേര് പോകും ജീപ്പിൽ? ജീപ്പിൽ കാറിൽ 8 പേര് പോകും. 8 പേര് പോകും. അപ്പോൾ ആൾ കുറവുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടെ ഗൈഡ് വിടുന്നുണ്ട്. ഗൈഡ് ഉണ്ടാവും. ഓക്കെ. എല്ലാ സ്ഥലം കാണിച്ചിട്ട് ഒരു 2-2.5 മണിക്കൂർ എടുക്കും എല്ലാം തിരിച്ചു വരുമ്പോൾ. ആണല്ലേ. ആൾ കുറവാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഈ റേറ്റ് തന്നെയാണ്, ജീപ്പ് പോകുന്നതിന് റേറ്റ് ആണല്ലേ? അവരുടെ രാത്രി അവരുടെ ഡീസലിൻ്റെ റേറ്റും അവരുടെ കൂലിയും അവരുടെ എല്ലാം കൂടെ. പിന്നെ കുറയ്ക്കാറുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ നോക്കിയിട്ട് നമ്മൾ കടമ്പെടുത്തൊന്നും പിടിക്കാറില്ല ഒന്നിനും. അത് കുഴപ്പമില്ല, അത് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലായല്ലോ. എന്തായാലും ഗൈസ്, ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്കിപ്പോൾ വാൽപ്പാറ വന്നു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഹോം സ്റ്റേ ആണ്. നമുക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഡേവിഡ് ചാൻ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഞാൻ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിറങ്ങി. അപ്പോൾ നമ്മളിത് വാൽപ്പാറ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, ഓട്ടക്കാരൻ ചേട്ടൻ്റെ വരവ് വേണ്ട. നമ്മളിപ്പോൾ നേരെ പോകുന്നത് നല്ലമുടി പൂഞ്ചോല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇതൊരു എസ്റ്റേറ്റിനുള്ളിലാണ് കേട്ടോ. ഇവിടുത്തെ ഇടതുഭാഗത്ത് താഴെയായിട്ട് ഒരു അരുവി പോകുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇറങ്ങുന്നില്ല, നമുക്ക് തിരിച്ചു വരുമ്പം കാണാം കേട്ടോ. ഗൈസ്, വണ്ടി ഇവിടെ വെക്കണം. വണ്ടി ഇവിടെ വെച്ചിട്ട് ഇനി നടന്ന പോകണ്ട മേലേക്ക്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു പാസ് എടുക്കണം. ഒരാൾക്ക് 30 രൂപയുടെ പാസ്സാണ്. അതെടുത്തിട്ട് ഇനിയിപ്പോൾ മേലേക്ക് നടന്നു കയറാനുള്ളത്. ഇത് പറഞ്ഞത് അങ്ങ് കാണുന്ന അതിൻ്റെ മുകളിൽ വരെ നടക്കണമെന്നാണ് പറഞ്ഞത്. മോൻ്റെ പോക്കണ്ടത്തൊന്നും മുകളിൽ ആരാണ്ട് കാത്തിരിപ്പുണ്ടെന്ന്. വെയിലിൻ്റെ ചെറിയൊരു ചൂട് നമുക്ക് ഈ നടപ്പിൽ അറിയാനുണ്ട്. എന്തായാലും നഷ്ടമില്ല, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ നിന്ന്. അങ്ങനെ നടന്ന് നമ്മളങ്ങനെ മുകളിലെത്തിയ സുഹൃത്തുക്കളെ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതൊരു വ്യൂ പോയിൻ്റാണ്. അങ്ങോട്ട് പോകാനുള്ളത് പാലമൊക്കെ പൊളിഞ്ഞ് കിടക്കാണ്. അതിൻ്റെ മുകളിലൊക്കെ കയറി കാണാൻ പറ്റുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. താഴെ ഒരു ചേട്ടൻ ചെറിയൊരു കടയുണ്ട്. നാരങ്ങ വെള്ളവും അത്യാവശ്യം ദാഹം മാറ്റാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളൊരു നാരങ്ങ വെള്ളം പറഞ്ഞു. ചേട്ടൻ നാരങ്ങ വെള്ളം എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് താഴെ പോയിട്ട് വരാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ്. ഇതിൻ്റെ താഴോട്ട് കൊക്കയാണെന്ന് തോന്നുന്നു. സൈഡിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. താഴോട്ട് കൊക്കയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ച. ഒരുപാട് പ്രതീക്ഷയായിട്ടൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചിറങ്ങി, വണ്ടി എടുത്ത് ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ വാൽപ്പാറ റൂട്ടിൽ പോകണം. വാൽപ്പാറ ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ അടുത്തൊരു ബാലാജി ടെമ്പിളുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകാനാണ് അടുത്ത പ്ലാൻ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പൊള്ളാച്ചി റൂട്ടിലിറങ്ങി തിരിച്ച് നേരെ പോവുക. ഈ റൂട്ടിലൊക്കെ നിറച്ച് അണ്ണാറക്കണ്ണന്മാർ കേട്ടോ. ഒരുത്തനെ അവിടെ ചാടിപ്പോയി, അടുത്തൊരുത്തും തേണ്ടിരിക്കുന്നു. അവൻ്റെ ഓട്ടം കേട്ടോ. ഇന്നലെ വന്ന വഴിക്ക് ഞങ്ങൾ ഈ സ്ഥലം കാണാനായിട്ട് പോകുന്നതാണ്. പക്ഷേ ഇവിടെ കുറച്ച് ദൂരം വന്നപ്പോഴാണ് അവിടെയുള്ള രണ്ട് നാട്ടുകാരെ കണ്ടു. അവർ പറഞ്ഞു ഈ സ്ഥലത്ത് പാസ്സുണ്ട്, കയറുന്നതിന് സമയമുണ്ട്, 5 മണി കഴിഞ്ഞാൽ ആരെയും കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയി. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ തന്നെ വാച്ചർമാരുണ്ടായിരുന്നു, അവരെ കണ്ടു. അവരാണ് പറഞ്ഞത് ഇനി ആരെയും കയറ്റി വിടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു പോയിട്ട് രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ആദ്യം ഈ സ്ഥലം തന്നെ പോയി കണ്ടേക്കാന്ന് വെച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നലത്തെ മുഴുവൻ കാര്യങ്ങളും കാണിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. GoProൻ്റെ ബാറ്ററി രണ്ടും തീർന്നുപോയി. ഞങ്ങൾ ഇന്നലെ അവിടെ വന്നിട്ട് മലക്കപ്പാറ കഴിഞ്ഞു, കയ്യിൽ പൈസയൊക്കെ തീർന്നായിരുന്നു. കഴിഞ്ഞ് ATM അന്വേഷിച്ച് കുറേ നടന്നു. ഇവിടെ മൈക്രോ ATM എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ തപ്പിപ്പിടിച്ച് ഈ മൈക്രോ ATMൻ്റെ 2 സ്ഥലത്ത് ചെന്നു. അത് നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുക, അവരവിടുന്ന് പൈസ തരും, അങ്ങനത്തെ സിസ്റ്റമായിരുന്നു. പക്ഷേ ഇന്നലെ ചെന്നപ്പോൾ അവിടെ കറണ്ടില്ല. അങ്ങനെ ഒരു ചായ പോലും കുടിക്കാതെ വാൽപ്പാറ വരെ വരേണ്ടി വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളം ഒഴുകുന്ന ഇതിലേക്കുള്ള വഴി അത്.
ഈ ഒരു തേയിലത്തോട്ടത്തിനകത്തൂടെ കുറേ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ ഞങ്ങൾ. കണ്ടാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ വഴിയുണ്ട്. മുകളിൽ സ്ഥലം കണ്ടപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു. അടിപൊളി സ്ഥലമല്ലേ? ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കയറാണ്. കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ നമുക്കവിടെ കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി തിരിച്ച് വാൽപ്പാറ ടൗണിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ അടുത്തത് ബാലാജി ടെമ്പിളാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞങ്ങൾ വാൽപ്പാറ സിറ്റിയൊക്കെ കഴിഞ്ഞു. ഇത് ബാലാജി ടെമ്പിളിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 16 കിലോമീറ്റർ അടുത്തുണ്ട് ബാലാജി ടെമ്പിളിലേക്ക്. അപ്പോൾ നമുക്ക് അവിടെയും പണി കിട്ടി. ഞങ്ങൾക്ക് ബാലാജി ടെമ്പിളിൽ കയറാൻ പറ്റിയില്ല. കാരണം രാവിലെ 11 മണി വരെ അവിടെ കേട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്കേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് എൻട്രി ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. കാരണം 3 മണി വരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പൊള്ളാച്ചി റൂട്ടിലേക്ക് പോരുകയാണ്. ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലുള്ള റൈഡ് തന്നെയാണ് കേട്ടോ. നോക്കിയാൽ എന്ത് മനോഹരമായ വഴികളാണ് നോക്കിയേ. ഈ റൂട്ട് വരികയാണെങ്കിൽ ബൈക്കിൽ തന്നെ വരണം കേട്ടോ. ബൈക്കിൽ വരുന്ന ഫീൽ ഒരിക്കലും നമുക്ക് കാറിൻ്റെ ഉള്ളിൽ അടച്ചിരുന്ന് വന്നാൽ ഒരിക്കലും കിട്ടില്ല. കാരണം ഈ റൂട്ടിൻ്റെ ഒരു രസം അതാണ്, ഒരു ബ്യൂട്ടി അതാണ്. നമുക്കതൊക്കെ ഫീൽ ചെയ്ത് അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവുക. വാൽപ്പാറ എന്ന് പൊള്ളാച്ചിക്ക് കിടക്കുന്ന ഈ റൂട്ടിലാണ് ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. ഒരു 40ഓളം ഹെയർ പിന്നുകളുണ്ട് ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ. ഓരോ ഹെയർ പിന്നിലും നമുക്ക് ഓരോ കാഴ്ചകളായിരിക്കും. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അങ്ങനെ നമ്മൾ ഈ റൂട്ടിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലത്തെത്തി. ഈ സ്ഥലം ഒട്ടുമിക്കവാറും എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടായിരിക്കും. കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഫോട്ടോസിൽ എടുക്കുന്ന ഒരു ലൊക്കേഷനാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ഇഷ്ട റൂട്ടാണിത്. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഇനി കുറച്ച് ദൂരം നമുക്ക് ഇവരുടെ കൂടെ പോവാം. ഞങ്ങളും താഴേക്കിറങ്ങാണ്. ഇവിടെ നിന്ന് ഇനി കാണുന്നത് നമ്മൾ ആളിയാർ ഡാമിൻ്റെ കാഴ്ചകളാണ്. ഈ പോകുന്ന റൂട്ടിൽ പ്രധാനമായും നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതാണ്. ഒന്ന് ആളിയാർ ഡാം, പിന്നൊന്ന് മങ്കി ഫോൾസ്. അവിടെ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. ചുരമൊക്കെ പിന്നിട്ട് താഴെ എത്തി. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. ഇവിടെ നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇത് അമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അമ്പൂർ ബിരിയാണി. മുമ്പ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇവിടെ വന്ന് തന്നെ കഴിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ഓരോ നാട്ടിലും പോകുമ്പോൾ അതേ പ്രദേശങ്ങളിലുള്ള പ്രാദേശിക ഭക്ഷണങ്ങൾ തന്നെ കഴിക്കണം. അതല്ലേ അതിൻ്റെ ഒരു ശരി. അങ്ങനെ നമ്മുടെ അമ്പൂർ ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റേ അല്ല കേട്ടോ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. ഈ റൂട്ടിൽ വരുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഈ ഒരു റൂട്ട് നമുക്കൊരു ബോണസായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയായിരുന്നു. പക്ഷെ വന്ന വഴിക്ക് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഒരു റോഡ് കണ്ടു. പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്ന് കയറിയതാണ്.
എന്തായാലും കയറിയത് വെറുതെ ആയില്ല. മനോഹരമായ പാലക്കാടൻ കാഴ്ചകളാണ് ഈ വഴിയിൽ മുഴുവൻ. അപ്പോൾ ഇനി തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേറെ കാഴ്ചകളൊന്നുമില്ല. അങ്ങനെ ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയും ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇനി അടുത്ത യാത്രാവിശേഷങ്ങളുമായി വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറക്കാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.